ഇനിയും വണ്ടി മുന്നോട്ട് പോയാൽ അത് ചിലപ്പോൾ അപകടമായിരിക്കും. അതുകൊണ്ട് നമുക്കിറങ്ങി നടക്കാം. വണ്ടി ഓഫാക്കി സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടയിൽ റോബിൻ പറഞ്ഞപ്പോൾ സ്റ്റെഫിനും അത് ശരിയാണെന്ന് തോന്നി. അവനും റോബിന്റെ പിന്നാലെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വാ, നമുക്കകത്തേക്ക് പോകാം. പോലീസ് ബംഗ്ലാവ് വളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സാഹചര്യം അറിയാതെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്താലൊരു പക്ഷേ അത് ആമയ്ക്കും റയാനും ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആദ്യം കയറാം. ഫോൺ പാൻസിന്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് റോബിൻ ആ പരിസരമാകെയൊന്ന് നോക്കി. എന്നിട്ട് സ്റ്റെഫിയെയും കൂട്ടി ഇരുൾ വിഴുങ്ങിയ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. പിന്നാലെ സ്റ്റെഫിനും. നടന്ന് ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് കടക്കുമ്പോഴും അവരിരുവരുടെ ഹൃദയവും താളം തെറ്റി മിടിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ എന്താവും തങ്ങളെ കാത്തിരിക്കുന്നതെന്ന ചിന്തയും ആമയ്ക്കും റയാനും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ഭയവുമൊക്കെ അവരെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എങ്കിലും നല്ലത് മാത്രമേ നടക്കൂ എന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരിരുവരും മുന്നോട്ട് തന്നെ നടന്നു. മുട്ടിൽ കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് മുഖം കുനിച്ചു വെച്ചിരിക്കുന്ന ആമയുടെ കണ്ണുകൾ പൊട്ടിയൊഴുകിക്കൊണ്ടേയിരുന്നു. വികാസ് പറഞ്ഞ കഥയിൽ മാനസയുടെയും അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെയും ജീവനെടുത്തവനാണ് റയാൻ എന്നോർത്തപ്പോൾ തന്നെ അവളുടെ ഹൃദയം പൊള്ളി വളർന്നു. കുറച്ചു നിമിഷങ്ങൾ മുമ്പ് വരെ ആരുടെ മുഖമായിരുന്നു തനിക്ക് ശക്തിയേകിയിരുന്നത്, ഇപ്പോൾ അതേ മുഖം ഓർക്കുമ്പോൾ ഭയവും തളർച്ചയുമാണ് തോന്നുന്നതെന്ന് അവൾ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. റയാന്റെ മുഖമോർക്കുമ്പോഴൊക്കെ ഇരുകൈകളിലും രക്തം പുരണ്ട് കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ഒരു വ്യാഘ്രത്തെ പോലൊരു രൂപമാണ് ഹൃദയത്തിൽ തെളിയുന്നതറിഞ്ഞതും ആമയിൽ നിന്നുമേരെ ഏങ്ങൽ ഉയർന്നു. അത് കണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന വികാസ് ചിരിയോടെ അവൾക്കരികിലേക്കിരുന്നു. ഇപ്പോഴേ ഇങ്ങനെ കരഞ്ഞാലേ ആമി, ഇനി ഒരുപാട് കരയാൻ കിടക്കുമ്പോൾ ഇപ്പോഴേ തിടുക്കപ്പെട്ട് മൊത്തം അങ്ങ് കരഞ്ഞു തീർത്താൽ യഥാർത്ഥത്തിൽ കരയേണ്ട സമയമാകുമ്പോൾ എന്തു ചെയ്യും? ഉന്മാദത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വികാസ് ചോദിച്ചതും ആമി പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കൈകൾ അറിയാതെ ഉദരത്തെ വലയം ചെയ്തു. ഒറ്റ നോട്ടത്തിൽ അത് കണ്ട വികാസ് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു. ഇങ്ങനെ പൊതിഞ്ഞു വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആമി. റയാൻ ജനിപ്പിച്ച ആ ജീവൻ നിന്നിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കുക തന്നെ ചെയ്യും. നിന്നെ ഞാൻ അവന് ജീവനോടെ കൊടുക്കില്ല. വികാസിന്റെ വാക്കുകൾ ഒരു വെള്ളിടി പോലെയായിരുന്നു ആമിയിലേക്ക് തറഞ്ഞു കയറിയത്. അവൾ ഭയത്തോടെ ചുവരിനരികിലേക്ക് ഒന്നുകൂടി പതുങ്ങിയിരുന്നു. മുന്നിൽ വെറിപൂണ്ടിരിക്കുന്ന മൃഗത്തിൽ നിന്ന് ഉള്ളിൽ പേറുന്ന ജീവനൊരു കവചം തീർക്കാനെന്ന പോലെ അവൾ മടക്കി വെച്ച കാൽമുട്ടുകൾ വയറിലേക്ക് ഒന്നുകൂടെ ചേർത്തമർത്തി. എന്റെ മാനസെപ്പോലെ നീയും, ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും. അത് കണ്ടെന്നെന്റെ സമനില തെറ്റിയ പോലെ അവന്റെ സമനില തെറ്റണം. ഭ്രാന്ത് മൂത്തവൻ പരക്കം പായണം. അതിനുവേണ്ടി മാത്രം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവൻ. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ വികാസേട്ടാ. നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ? ആമിയുടെ സ്വരമിടറി, കണ്ണുകൾ തൂകിയൊഴുകി. ഛേ, എന്നോടിങ്ങനെ അപേക്ഷിക്കല്ലേ ആമി നീ. കാരണം എന്താണെന്നറിയാമോ നിനക്ക്? എനിക്ക് നിന്നെ ഇഷ്ടാ. മാനസയാ നീ. അവൾ തന്നെയാ നീ. പക്ഷേ നിന്നെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ ആമി. അപ്പോഴേക്കും മനസ്സിന്റെ താളം പൂർണ്ണമായും തെറ്റിയതുപോലെ അവന്റെ ഭാവം മൊത്തത്തിൽ മാറിയിരുന്നു. കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ച് വല്ലാത്തൊരു ഭാവത്തിൽ തന്റെ മുഖം കൈകൊമ്പിലെടുത്ത് നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഭയം കൊണ്ട് ആമിയുടെ ഉടൽ പോലും വിറച്ചു. എന്തിനാണെന്നറിയാമോ ആമി? റയാൻ പോളിന്റെ എല്ലാം നശിപ്പിക്കണം എനിക്ക്. അവനിൽ നിന്ന് തട്ടിപ്പറിച്ചതൊക്കെ അവനിൽ നിന്നും എനിക്കും തട്ടിയെറിയണം. എന്റെ മാനസയോർത്ത്, കുഞ്ഞിനെ ഓർത്ത് ഭ്രാന്താശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ കിടന്ന് ഞാൻ പിടഞ്ഞതുപോലെ അവനും പിടയണം. അവനെ ആമി എന്നെ ഭ്രാന്തനാക്കിയത്. അപ്പോ അവനും ഭ്രാന്ത് വരണ്ടേ? അതിനാ ഞാൻ നിന്നെ ഇല്ലാതാക്കുന്നേ. ഭ്രാന്തമായി പുലമ്പുന്നവനെ നോക്കിയിരിക്കെ അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോയിട്ട് ഒന്ന് ചലിക്കാൻ പോലും തനിക്ക് സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ നെഞ്ചുലഞ്ഞ് കരയാൻ മാത്രമേ ആമയ്ക്ക് കഴിഞ്ഞുള്ളൂ. അമ്മയ്ക്കൊന്നിനും കഴിയില്ല വാവേ, നമുക്ക് പോകാം. തന്റെ ഉദരത്തിൽ കൈകൾ കൊണ്ടമർത്തിയിരിക്കുമ്പോൾ ആമയുടെ ഹൃദയം മന്ത്രിച്ചു. ഡാ, ആ തലയ്ക്ക് ഓളം പിടിച്ചവൻ കുറെ നേരമായല്ലോ അവളുടെ റൂമിലേക്ക് പോയിട്ട്. അവളെ ഉപ്പ് നോക്കുമായിരിക്കുവോ? ബോധമറ്റ നിലയിൽ കസേരയിൽ കെട്ടിവെച്ചേക്കുന്ന റയാനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് സെബാൻ ചോദിച്ചത് കേട്ടു റീജോ കടപ്പല്ല് ഞെരിച്ചു. എങ്കിൽ ആ മോന്റെ പള്ളയ്ക്ക് ഞാൻ ഈ ഇരിക്കുന്നവന് അനുഭവിക്കരുതെന്നൊരു വാശി ഉണ്ടായിരുന്നു എനിക്ക്. ഇവന്റെ മിന്ന് കഴുത്തിലിട്ടോണ്ട് തന്നെ അവളുടെ രുചിയെന്നറിയാൻ വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത്. പക്ഷേ എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് രണ്ടു മക്കളും കൂടി ശത്രുതയാ കോപ്പെന്നും പറഞ്ഞ് നടന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഇവന്റെ കൊച്ചവളുടെ വയറ്റിലുണ്ടെന്ന് കേട്ടപ്പോൾ രണ്ടിനെയും കൊത്തിയെരിയാനാ തോന്നിയത്. പക്ഷേ സഹിച്ചത് ഇങ്ങനൊരു ദിവസത്തിനു വേണ്ടിയാ. അവളെ ഇങ്ങനെ ഇവന്റെ ശല്യമില്ലാതെ കൈവെള്ളയിൽ കിട്ടാൻ വേണ്ടിയാ. എന്നിട്ടിപ്പോ എന്നെ വെറും ആക്കിക്കൊണ്ട് അവളുടെ നെഞ്ചത്ത് കിടന്ന് ഗോളടിക്കാനാ വികാസിന്റെ പ്ലാനെങ്കിൽ അവൻ എന്റെ കൈകൊണ്ട് തന്നെ തീരും. നീ ചെന്നൊന്ന് നോക്കിക്കേ.
ആ മോനവിടെ എന്തോ ഉണ്ടാക്കുവാണെന്ന്. റീജോ പറഞ്ഞത് കേട്ട് സെബാൻ പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഫോൺ ജീൻസിന്റെ പോക്കറ്റിലേക്ക് തിരികെക്കൊണ്ട് അടഞ്ഞ വാതിലിന് നേർക്ക് നടന്നു. റീജോ! വാതിൽ തുറന്നതും ഭയന്ന മട്ടിലുള്ള സെബാന്റെ വിളി കേട്ടതും റീജോ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴേക്കും സെബാൻ തെറിച്ചു വന്ന് കസേരയിലിരിക്കുകയായിരുന്ന അവന്റെ മേലേക്ക് വീണിരുന്നു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുൻപ് തന്നെ ഇരുവരും കൂടി കസേരയുൾപ്പെടെ പിന്നിലേക്ക് മലർന്നു വീണു. വീഴ്ചയിൽ ശരീരത്തിനേറ്റ നൊമ്പരത്തിൽ റീജോ നിലവിളിച്ചു പോയിരുന്നു. ഇച്ചായൻ! ഒട്ടൊരു നിമിഷത്തിനു ശേഷം മുഖമുയർത്തി നോക്കിയതും സർവ്വതും ചുട്ടരിക്കാൻ പാകത്തിന് നിൽക്കുന്ന റോബിനെ കണ്ട് റീജോയുടെ നട്ടെല്ലിലൂരോട് പെരുപ്പ് പാഞ്ഞുപോയി. പക്ഷെ അപ്പോഴേക്കും റോബിന്റെ വലംകാലൊരു കൂടം പോലെ അവന്റെ ഇടനെഞ്ച് തകർത്തിരുന്നു. ഫ മോനെ, ഇനിമേൽ എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തന്റെ കൂടെ കൂടി സ്വന്തം ചോരയോട് ഇത്രയൊക്കെ ചെയ്യാനും മാത്രം എന്ത് പകയായിരുന്നടാ നിനക്കവനോടുണ്ടായിരുന്നത്? മുഖവും ദേഹവും മൊത്തം ചോരപ്പാടുകളുമായി അപ്പോഴും ബോധമില്ലാതെ കസേരയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന റയാനെ ചൂണ്ടി ചോദിക്കുമ്പോൾ ഒരേ സമയം വേദനയും വെറുപ്പും നിറഞ്ഞിരുന്നു റോബിന്റെ സ്വരത്തിൽ. പക്ഷേ റയാനെ നോക്കി റീജോയുടെ മുഖത്ത് പക മാത്രമായിരുന്നു അപ്പോഴേക്കും. പറയടാ, എന്തിനായിരുന്നു നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? നിലത്തു നിന്നും അവനെ വലിച്ചു പൊക്കി ഇരുകരണത്തും മാറി മാറി അടിക്കുമ്പോൾ റോബിന് ഭ്രാന്ത് പിടിച്ചോ എന്നുപോലും തോന്നിപ്പോകുമായിരുന്നു. പറയടാ. എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, എനിക്ക് ജീവിക്കാൻ വേണ്ടി, എന്റെ സുഖത്തിന് വേണ്ടി. എന്താ മതിയോ? ഒരലർച്ച പോലെ അവൻ ചോദിച്ചതും റോബിനൊന്ന് പകച്ചു. ഇന്നലെ വരെ താൻ കണ്ട അനിയനല്ല ഈ നിമിഷം മുന്നിൽ നിൽക്കുന്നതെന്നും അവന്റെ രൂപമുള്ള വെറുമൊരു മൃഗം മാത്രമാണെന്നുമുള്ള തിരിച്ചറിവിൽ റോബിന്റെ നെഞ്ചമൊന്ന് പിടഞ്ഞു. നിന്നെ ഞാൻ എങ്ങനെ അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയോ ആമി? ഒരു പ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ട് വികാസ് ചോദിച്ചത് കേട്ട് ആമിയുടെ ഹൃദയമിടിപ്പേറി. അവൾ ഭീതി നിറഞ്ഞ മിഴികളോടെ അവനെ ഉറ്റുനോക്കി. എന്റെ മാനസെ അവൻ കൊന്നതുപോലെ, അതുപോലെയാ നിന്നെ ഞാൻ അവനെ എറിഞ്ഞൊടുക്കാൻ പോകുന്നത്. അപ്പോഴേ വർഷങ്ങളായി ഞാനുള്ളിൽ തളച്ചിട്ടിരിക്കുന്ന എന്റെ ഭ്രാന്തടങ്ങും. അവൻ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും അത്രമേൽ ഭ്രാന്തമായ അവസ്ഥയിലെത്തിക്കഴിഞ്ഞ അവനെ പറഞ്ഞു തിരുത്താൻ കഴിയില്ലെന്ന് ബോധ്യമായ ആമി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് മരണം കൊണ്ടല്ലാതെ തനിക്കൊരു രക്ഷപ്പെടൽ സാധ്യമല്ലെന്ന തിരിച്ചറിവിന്റെ മുന്നിൽ മുഖം പോലും വ്യക്തമല്ലാത്ത ഒരു കുരുന്നു മാത്രമായിരുന്നു അവളുടെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നത്. നിനക്കറിയോ ആമി, വീണ്ടും ആമിക്കരികിലേക്ക് ഇരുന്നു കൊണ്ടെന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു വികാസ്. അതേസമയം തന്നെയായിരുന്നു മുറിയുടെ വാതിൽ ആരോ തട്ടുന്ന ഒച്ച കേട്ടത്. ഞൊടി നേരം കൊണ്ട് വികാസും ആമിയും ഒരുപോലെ ആ വാതിലിലേക്ക് നോക്കി. ആമിയുടെ ഹൃദയത്തിൽ അടിത്തട്ടിലെവിടെയോ പ്രതീക്ഷയുടെ ഒരു തിരി കത്തിത്തുടങ്ങി. വാതിൽ മുട്ടുന്നതിന്റെ ഒച്ച മുറിഞ്ഞു തുടങ്ങിയതും വികാസിന്റെ നോട്ടം ബെഡിൽ ചുരുണ്ടുകൂടിയിരുന്ന ആമിയിലേക്കൊന്ന് പാളി വീണു. തന്റെ പ്രതീക്ഷകൾക്കപ്പുറത്തെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്നാരോ പറഞ്ഞിട്ടും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് സ്വയം ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവൻ വാതിലിന്റെ ബോൾട്ടെടുത്തു. അതേ നിമിഷം തന്നെ ഒരു ഉഗ്ര ശബ്ദത്തോടെ വാതിൽ മലർക്കെ തുറന്നു. അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ വാതിലിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്ന വികാസ് പിന്നോട്ട് തെറിച്ചു വീണു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാനൊന്ന് ഞെട്ടിയെങ്കിലും ആമിയുടെ നോട്ടം വാതിലിലേക്ക് നീണ്ടു. ഇച്ചായ വിളിക്കുന്നതും അവൾ പിടഞ്ഞു എഴുന്നേറ്റ് മുന്നോട്ട് ഓടുന്നതും അറിഞ്ഞ് വികാസ് വെട്ടിത്തിരിഞ്ഞതും ആമി റയാന്റെ മാറിൽ ചെന്ന് വീണിരുന്നു. അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നെറിയിൽ ചുണ്ടമർത്തുമ്പോഴും കൂർത്ത നോട്ടം നിലത്ത് കിടക്കുന്ന വികാസിൽ തന്നെയായിരുന്നു. ഒരു നിമിഷം കൺമുന്നിൽ നടക്കുന്നത് സത്യമോ മിഥ്യയോ എന്നുപോലും അവനൊന്ന് സംശയിച്ചു പോയി. കാരണം കുറച്ചു മുൻപ് വരെ അബോധാവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടിരുന്നവനാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മുഖത്തും ദേഹത്തും പലയിടത്തും രക്തമുണങ്ങി പിടിച്ച പാടുകളും തലവഴി വെള്ളമൊഴിച്ചിട്ടെന്ന പോലെ നനഞ്ഞു കുതിർന്നതുപോലെയുള്ള നിൽപ്പുമെല്ലാം അവൻ പല്ല് ഞെരിച്ചു നോക്കിയിരുന്നു. അപ്പോഴേക്കും സ്റ്റെഫിനും റോബിനും കൂടി അകത്തേക്ക് വന്നു. ഓഹോ, എല്ലാവരും ഉണ്ടല്ലോ. ഇവളെ മാത്രം തട്ടാനായിരുന്നു എൻ്റെ പ്ലാൻ, ഇവനെ ഒന്ന് പൊള്ളിക്കാൻ. പക്ഷേ ഇതിപ്പോ എല്ലാവരും കൂടങ്ങ് വന്നു കയറിയ സ്ഥിതിക്ക് എൻ്റെ പണി കൂടുതലായല്ലോ. വികൃതമായി ചിരിച്ചുകൊണ്ട് നിലത്തുനിന്ന് എണീറ്റ് നിന്ന വികാസ് പറഞ്ഞതും റയാന്റെ വലത് കാലം അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു. ഇതുവരെ നിന്നെ ഞാൻ ബാക്കി വെച്ചത് ഒരു പേ പിടിച്ച നായോടുള്ള സഹതാപം കൊണ്ട് മാത്രമായിരുന്നടാ. പക്ഷേ ഇനി ആ സഹതാപം നീ പ്രതീക്ഷിക്കരുത്. പേ പിടിച്ച പട്ടികളൊക്കെ തല്ലിക്കൊല്ലുക തന്നെ വേണം. അല്ലാത്തതിനോടൊക്കെ സഹതാപം കാണിക്കാൻ നിന്ന പേ മൂക്കുമ്പോൾ അതിങ്ങനെ മനുഷ്യർക്ക് നേരെ തിരിയും. അതിനി നീ വേണ്ട. ആമിയെ പിന്നിൽ നിന്ന റോബിന്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് റയാൻ തന്റെ ഷർട്ടിന്റെ സ്ലീവ്സ് മുകളിലേക്ക് വലിച്ചു കയറ്റി. ഇച്ചായ വേണ്ട. ആമി അവനെ തടയാനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും റോബിൻ അവളെ ചേർത്ത് പിടിച്ചു. ചാച്ച, ഇച്ചായൻ, അവൻ ഇനിയൊന്നും സംഭവിക്കില്ല മോളെ. ഈ വീട് പോലീസ് വളഞ്ഞു കഴിഞ്ഞു. കണക്കുകളൊന്നും ഇനി ബാക്കി വെക്കേണ്ട. അവരതൊക്കെ ഒന്ന് തീർത്തേക്കട്ടെ. ഭയന്ന് നിൽക്കുന്ന ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റോബിൻ പറഞ്ഞു.
പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറയുക തന്നെയായിരുന്നു. റയാൻ കഴുത്തിലെ കുരിശുമാലയൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് വികാസിന്റെ അരികിലേക്ക് ചെന്നു. പക്ഷേ അപ്പോഴും അവൻ വെറുപൂണ്ടതുപോലെ ചാടി എണീറ്റ് റയാനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു. പിന്നീട് അവിടെ നടന്നത് ആര് വാഴും ആര് വീഴുമെന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ഒരു പോരാട്ടം തന്നെയായിരുന്നു. റോബിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയാണ് നിൽപ്പെങ്കിലും എല്ലാം കണ്ട് നിൽക്കുകയായിരുന്ന ആമി ശക്തമായി ഏങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എല്ലാം അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ റയാൻ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ അവനൊരു കൊലയാളിയാകും എന്ന് തന്നെ അവൾ ഭയത്തോടെ ഉറപ്പിച്ചിരുന്നു. പക്ഷേ റോബിനും സ്റ്റെഫിനും ഒരു കൂസലും കൂടാതെ അവരെ നോക്കി നിന്നതേയുള്ളൂ. കൊല്ലടാ എന്നെ, ഒരിറ്റ് ജീവനെങ്കിലും നീ എന്നിൽ ബാക്കി വെച്ചാൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. കൊണ്ടും കൊടുത്തും ഇരുവരും ഒരുപോലെ തളർന്നു വീണതും ചുവരിൽ ചാരിയിരുന്ന് കിതയ്ക്കുന്ന റയാനെ നോക്കി വികാസ് മുരണ്ടു. എന്തിന്റെ പേരിലാടാ നിനക്കെന്നോട് ഈ പക? നിന്നെ തിരുത്താൻ ശ്രമിച്ചതിനോ? അതല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ മാനസ, അവളോട് ഞാൻ സത്യങ്ങൾ പറഞ്ഞെന്നുള്ളത് നേരാ. നീ മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ശരിയാ. പക്ഷേ അവൾ പ്രഗ്നന്റ് ആയിരുന്നെന്നോ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുമെന്നോ ഞാൻ കരുതിയില്ല. നീ ആരോടാ ഈ പറഞ്ഞു ബോധിപ്പിക്കാൻ നോക്കുന്നത്? നീയാ എൻ്റെ പെണ്ണിനെ കൊന്നത്. അതുപോലെ നിന്റെ ജീവനായ ഇവളെ ഞാൻ തീർക്കുമടാ. ആമിയെ ചൂണ്ടി അലർന്നവന്റെ മുഖം നോക്കി തൊഴിക്കാൻ റയാനൊരു നിമിഷം കൂടി ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവളെ തൊടുന്നത് നീ അങ്ങ് മറന്നേക്ക് തൽക്കാലം. ഒരബദ്ധം പറ്റിപ്പോയെന്ന് കരുതി ഇനിയും അവൾക്ക് നേരെ നിന്റെ നോട്ടമെങ്കിലും നീണ്ടാൽ നിന്നെ ഞാൻ... വികാസിന്റെ കവളിൽ പിടിച്ചവന്റെ തല പിന്നിലേക്ക് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക് മാനസെ, ഞാനൊന്നും ചെയ്തതല്ല. അവൾ സ്വയം ജീവനൊടുക്കിയതാ. അവൾ വിളിച്ചപ്പോൾ എന്തോ ഒരു പന്തുകേട് തോന്നിയിട്ടാ ഞാനും ഹോസ്റ്റലിലേക്ക് വന്നത്. പക്ഷേ അതിനു മുന്നേ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അവളെ അങ്ങനൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തിച്ചതിൽ ഞാനും ഒരു കാരണമാണെന്നുള്ള കുറ്റബോധം എന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാ നിന്നെ ഇതുവരെ ഞാൻ വെറുതെ വിട്ടത്. നിന്റെ കുമ്പസാരമൊന്നും എനിക്ക് കേൾക്കേണ്ട. ഞാനിതൊന്നും വിശ്വസിക്കാനും പോണില്ല. എന്റെ നഷ്ടങ്ങൾക്കെല്ലാം നീയാ കാരണം. വികാസ് ചീറിയതും റയാൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. അല്ലടാ, നിന്റെ നഷ്ടങ്ങൾക്കൊക്കെ നീ തന്നെയാ കാരണം. നിന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞപ്പോൾ അവളെ ഓർത്തിട്ടെങ്കിലും എല്ലാം അവസാനിപ്പിക്കാൻ പറഞ്ഞ് നിന്റെ കാല് പിടിച്ചതല്ലേ ഞാൻ. കേട്ടോ, അവൾ പ്രഗ്നന്റ് ആണെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതിന്റെ കാരണക്കാരനായ നിനക്കറിയില്ലായിരുന്നോ? എന്നിട്ടും അവളെ അത്രയും സ്നേഹിക്കുന്ന നീ എന്താ തിരുത്താതിരുന്നത്? തന്റെ കണ്ണിലേക്ക് തന്നെ കൂർപ്പിച്ചു നോക്കിയിരുന്നു കൊണ്ട് ചോദിക്കുന്നവനെ നേരിടാൻ കഴിയാതെ വികാസിന്റെ ശിരസ്സൊന്ന് കുനിഞ്ഞു. പക്ഷേ അപ്പോഴും തന്റെ തെറ്റിനെ അംഗീകരിക്കാൻ കഴിയാതെ അവൻ കടപ്പല്ലി ഞെരിച്ചു. എനിക്ക് ജീവിക്കണം വികാസ്. എനിക്കൊരു പെണ്ണുണ്ട്. അവളുടെ വയറ്റിൽ ഞങ്ങളുടെ കുഞ്ഞുണ്ട്. അവർക്കൊപ്പം എനിക്ക് ജീവിക്കണം. അതിന് വിലങ്ങ് തടിയായി ഇനിയും നീ വരരുത്. വന്നാൽ ഇനി ഒന്നുകൂടി ചിന്തിക്കില്ല റയാൻ. തീർത്തിരിക്കും. മിണ്ടാതെ മുഖം കുനിച്ചിരിക്കുന്ന വികാസിനെ നോക്കി അത്രയും പറഞ്ഞിട്ട് റയാൻ ഒരു നടുവെടുപ്പോടെ എഴുന്നേറ്റു. ഇച്ചായ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് നെഞ്ചിൽ വീണവളെ വാരി പുണർന്ന് നെറുകയിലും മുഖത്തുമെല്ലാം ആർത്തിയോടെ ചുംബിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പേടിച്ചോ എൻ്റെ ആമിക്കൊച്ച്? അവളുടെ കരച്ചിലൊന്ന് അടങ്ങിയതും അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് റയാൻ ചോദിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി നമ്മുടെ കുഞ്ഞുമണിയുടെ മുഖം പോലും അങ്ങ് കാണാൻ കഴിയാത്തത്ര ഭാഗ്യം കെട്ടവളാണ് ഞാനെന്ന് കരുതി. പിന്നെ ഇച്ചായനൊരു കൊലയാളിയാണെന്ന് കേട്ടപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണ്ട, അങ്ങ് മരിച്ചാൽ മതിയെന്നായിരുന്നു. വിതുമ്പി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കി പുഞ്ചിരിയോടെ റയാനൊരു കൈ അവളുടെ നെറുകയിലും മറുകൈ അവളുടെ കുഞ്ഞു വയറിലും വെച്ചു. എൻ്റെ ആമിക്കൊച്ചാണെ, നമ്മുടെ കുഞ്ഞുമണിയാണെ, നിന്റെ ഇച്ചായൻ ആരെയും കൊന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ആരുടെയും രക്തവും പുരണ്ടിട്ടില്ല. അത് മാത്രം മതിയായിരുന്നു ആമിക്ക് അവനുള്ള നേർത്ത ആശങ്ക പോലും ഒഴിഞ്ഞു പോകാൻ. കണ്ണുനീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ആമിയെ കൂട്ടി റയാനും റോബിനും സ്റ്റെഫിയും കൂടി പുറത്തേക്ക് വരുമ്പോഴേക്കും റീജോയും സെബാനും പോലീസ് വിലങ്ങു വെച്ചിരുന്നു. വികാസിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇവന്മാരുടെ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്ക്. പോലീസുകാരുടെ അടുത്തേക്ക് വന്നതൊക്കെ പറഞ്ഞു ഏൽപ്പിക്കുമ്പോൾ റോബിനോ അവൻ്റെ പിന്നിൽ നിന്ന് റയാനോ അബദ്ധത്തിൽ പോലും റീജോയുടെ മുഖത്തേക്കൊന്നും നോക്കിയതേയില്ല. ഇച്ചായ, ഞാൻ അയാൾക്ക് കൂട്ടുനിന്നതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് വികാസാ. റീജോയുടെ സ്വരമുയർന്നതും റോബിൻ വെറുപ്പോടെ അവനെയൊന്ന് നോക്കി. അതിന് നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ സംഭവത്തിന്റെ പേരിലാണെന്ന് ആര് പറഞ്ഞു? റോബിൻ ചോദിച്ചത് കേട്ട് റീജോയുടെ നെറ്റി ചുളിഞ്ഞു. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞതിന്റെ പേരിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല. കാരണം വികാസ് നോർമൽ അല്ല. മാനസിക നില തെറ്റിയ അവനെ കോടതിയിലേക്ക് ഹാജരാക്കി കേസിന് പോയിട്ടും ഒന്നും സാധിക്കാനില്ല. അവന്റെ അസുഖത്തിന്റെ ചികിത്സിക്കാനായിരിക്കും വിധി വരുന്നത്. അതുകൊണ്ട് തൽക്കാലം അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. പിന്നെ നീയും ഇവനും. നിന്നെയൊക്കെ പൂട്ടിയേക്കുന്നത് മുടിനാഴിക കീറിയുള്ള അന്വേഷണത്തിനൊടുവിൽ നിന്നെയൊക്കെ പൂട്ടാനുള്ള സർവ്വ തെളിവുകളും റെഡിയാക്കിയിട്ടാ.
എന്ത് തെളിവ്? നീ രണ്ടും കൂടെ കൊന്നിട്ട് ബാക്കി റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയ ഒരു പെങ്കൊച്ചില്ലേ വേദ. മകൾക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ പൂർണ്ണ രൂപം പോലും മറച്ചു വെച്ചുകൊണ്ട് അവളുടെ അച്ഛനമ്മമാർക്ക് ഞാൻ കൊടുത്ത വാക്കു പാലിച്ച ദിവസമായിന്ന്. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ദിവസം. അവൾ കൊല ചെയ്യപ്പെട്ടതായെന്ന് ഉറപ്പായ നിമിഷം മുതൽ ഞങ്ങൾ പോലീസുകാരുണ്ടായിരുന്നു അവളുടെ കൊലയാളികൾക്ക് പിന്നാലെ തന്നെ. പക്ഷേ അതൊരിക്കലും നീ സതീഷ്, സാറുമാർക്ക് വിശദീകരണം മതിയാകുമെന്ന് തോന്നുന്നു. പിടിച്ചു കയറ്റ്. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് നിറഞ്ഞുപോയ കണ്ണ് മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും പോലീസുകാർ റീജയെയും സെബാനയും കൊണ്ട് പുറത്തേക്ക് നടന്നു. കേറ്. റയാൻ ആമിയെ താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന നിമിഷം തന്നെയായിരുന്നു അകത്തുനിന്ന് കാറ്റുപോലെ പാഞ്ഞു വന്നത്. ടാ. അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കിയതും തൊട്ടു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഏതോ ഒരു ഉൾപ്പയനെ റയാൻ ഡോർ വലിച്ചടച്ചു. വികാസ് ഓങ്ങി ചുറ്റിക വന്നു പച്ചത് കാറിന്റെ ഗ്ലാസ് ചിന്നിച്ചിതറി. അതേ നിമിഷം തന്നെ ഒരു വെടിയൊച്ചയും വികാസിന്റെ നിലവിളിയും മുഴങ്ങിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന വെപ്രാളത്തിൽ എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴേക്കും മുട്ടിനു താഴെ വെടികൊണ്ട വികാസ് നിലത്തേക്ക് വീണുപോയിരുന്നു. അവൻ കഠിനവേദനയോടെ ഇടംകാലിലെ ചോരയൊലിക്കുന്ന മുറിവിൽ അമർത്തിപ്പിടിച്ചു.